സഭയാകുന്ന തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ആകുലതകളിൽ നമ്മൾ പങ്കുചേരേണ്ടതുണ്ട്. സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകരുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന് കൊളോസോസ് ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പസ്തോലനായ പൗലോസ് എഴുതുന്നുണ്ട്. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകരുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഓരോ വിശ്വാസിയും ക്രിസ്തുവാകുന്ന ശിരസും സഭയാകുന്ന ശരീരവുമാണ്. ആ ക്രിസ്തുവിന്റെ ശിരസ് അനുഭവിക്കുന്ന വേദനയിൽ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം പങ്കുചേരുന്നുണ്ട്. അല്ലെങ്കിൽ ശരീരം മുഴുവൻ ആ വേദന ഏറ്റെടുക്കുകയാണ്. ശരീരം ക്രിസ്തുവിനോടുകൂടെ സഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സഭയെ പ്രതി ക്രിസ്തുവിന്, തന്റെ ശരീരമാകുന്ന സഭയെ പ്രതി ക്രിസ്തുവിനൊരു ഭാരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ദിവ്യകാരുണ്യം എന്ന ആ മഹാ ഔഷധത്തെ പറ്റിയും ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത് സഭയ്ക്ക് ആഗമനം നൽകപ്പെട്ട ഏറ്റവും അമൂല്യമായ നിധി നിക്ഷേപമാണ് പരിശുദ്ധ കുർബാന എന്നാണ്. അതായത് സഭയ്ക്ക് ആഗമനം നൽകപ്പെട്ട സഭയുടെ ഏറ്റവും അമൂല്യമായ പ്രോപ്പർട്ടിയാണ് വിശുദ്ധ കുർബാന എന്നാണ് മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്. നമുക്ക് ഈ കാലഘട്ടത്തെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്തിന്റെ അടയാളങ്ങളെ വായിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് വായിക്കാം. തെസ്സലോനിക്കാർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെയും അവന്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതായത് ഈ സഭ ഇങ്ങനെ ഒരു എസ്കറ്റോളജിയെ, സഭ ഇങ്ങനെ യുഗാന്ത്യത്തെ, സഭ ഇങ്ങനെ പറൂസിയായെ, സഭ യേശുവിന്റെ 2-ാം വരവിനെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന കൂട്ടായ്മയാണ്. നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ നിങ്ങൾ പോകുന്നതായി കണ്ടതുപോലെ വാനമേഘങ്ങളിൽ അവൻ മടങ്ങി വരുമെന്ന് ദൂതന്മാർ അപ്പസ്തോലന്മാരോട് പറഞ്ഞ പ്രകാരം മിന്നലൊളി കിഴക്ക് നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനമെന്ന് യേശു പറഞ്ഞതുപോലെ വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കടന്നുപോയ പ്രധാന പുരോഹിതന്റെ 2-ാം വരവിനെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന കൂട്ടായ്മയുടെ പേരാണ് സഭ. സഭ എപ്പോഴും യുഗാന്ത്യ ഉന്മുഖമാണ്. യുഗാന്ത്യ ഉന്മുഖം, എസ്കറ്റോളജിക്കലി ഓറിയന്റഡ് ആണ്. സഭ എപ്പോഴും യുഗങ്ങളുടെ അന്തിമഘട്ടത്തെ ഉറ്റുനോക്കിയാണ് ജീവിക്കുന്നത്. അതായത് നമ്മുടെ നോട്ടം എപ്പോഴും വാനമേഘങ്ങളിൽ മടങ്ങി വരുന്ന രക്ഷകനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരുടെ നോട്ടമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കണം. നമ്മള് ഈ ചെറിയ കാഴ്ചകളിലേക്ക് ചുരുങ്ങിപ്പോകുന്നവരുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരല്ല സഭ. സഭ എപ്പോഴും, അതായത് പരിശുദ്ധ കുർബാനയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ ഒരു വലിയ പശ്ചാത്തലത്തിനകത്ത് വേണം ഈ പരമമായ ആരാധനയെ കൊണ്ട് പ്രതിഷ്ഠിക്കേണ്ടത്. അതായത് കർത്താവ് നമ്മളെല്ലാവരുടെയും ഈ നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു കൂട്ടമാണിത്. അവര് ഒരു കാല് മാത്രമേ ഈ ഭൂമിയിൽ വെച്ചിട്ടുള്ളൂ. മറുപാദം അവരുറപ്പിച്ചിരിക്കുന്നത് നിത്യതയിലാണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഏത് കാര്യത്തിന്റെയും സാധുതയും ആധികാരികതയും അതിന്റെ പ്രസക്തിയും അതിന്റെ റെലവൻസും എല്ലാം നിർണയിക്കപ്പെടുന്നത് നിത്യതയുടെ വെളിച്ചത്തിൽ മാത്രമാണ്. അതായത് ഈ മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ സുവിശേഷത്തിന് പ്രസക്തിയുള്ളൂ.